തിരുവനന്തപുരത്ത് നിന്ന് വളരെ അകലെയല്ലാതെ കേരളത്തിലെ പാലോട് കട്ടപ്പന വനമേഖലയിലെ മൂടൽമഞ്ഞ് മൂടിയ ഒരു റോഡിൽ ഒരു നിഗൂഢ വളവുണ്ട്. സുമതി വളവ്. നാട്ടുകാർ ഇതിനെ സുമതിയുടെ വളവെന്ന് വിളിക്കുന്നു. സങ്കടവും ഓർമ്മയും നിശബ്ദതയും കാറ്റിൽ മന്ത്രിക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം. ഇതൊരു വാർത്താക്കുറിപ്പല്ല, മറിച്ച് തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. 1950കളിൽ സുന്ദരിയും പ്രതീക്ഷയുള്ളവളും ഗർഭിണിയുമായ സുമതി എന്ന യുവതിയെ അവൾ വിശ്വസിച്ച ഒരാൾ ഈ വളവിലേക്ക് ആകർഷിച്ചുവെന്ന് പറയപ്പെടുന്നു. ആ രാത്രിയിൽ അവൾ അപ്രത്യക്ഷയായി. അവളുടെ സാരിയും നിശബ്ദതയും മാത്രം അവശേഷിച്ചു. ദിവസങ്ങൾക്ക് ശേഷം കാടിന്റെ അരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവളുടെ മൃതദേഹം അവർ കണ്ടെത്തി. വെളുത്ത സാരി ധരിച്ച അവളുടെ ആത്മാവ് ഇന്നും പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ചിലർ പറയുന്നു. രവി ഇവിടെയുണ്ടോ? വഴിയാത്രക്കാരോട് അവൾ ചോദിക്കുന്നു. അവൾ പറയുന്നു, സ്നേഹത്തിനോ നീതിക്കോ സമാധാനത്തിനോ വേണ്ടി അവൾ കാത്തിരിക്കുകയാണെന്ന്. വളവിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതായി ആളുകൾ പറയുന്നു. ചിലർ വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീയെ കണ്ടതായി അവകാശപ്പെട്ടു. മറ്റു ചിലർ നിലവിളി പോലെ കാതടുപ്പിക്കുന്ന ഒരു നിശബ്ദത കേട്ടു. ഭയം വർദ്ധിച്ചു. രാത്രിയിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കരുതെന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകി. കളിയിൽ അന്ധവിശ്വാസം മാത്രമല്ല ഉണ്ടായിരുന്നത്, കള്ളന്മാർ ഈ കെട്ടുകഥയെ മുതലെടുക്കുന്നുവെന്ന് നാട്ടുകാർ പിന്നീട് മനസ്സിലാക്കി. വെള്ള വസ്ത്രം ധരിച്ച് യാത്രക്കാരെ ഭയപ്പെടുത്തി അവരുടെ കുറ്റകൃത്യങ്ങൾ പ്രേതകഥകളിൽ മറച്ചുവെച്ചു. ഇന്ന് ആ വളവ് നടന്നാൽ നിങ്ങൾക്കിത് അനുഭവപ്പെടും. വായുവിൻ്റെ താപനിലയിലേക്കാൾ ആഴത്തിലുള്ള തണുപ്പ്. യാത്രക്കാർ പറയുന്നത് അവരുടെ ഫോണുകൾക്ക് സിഗ്നൽ നഷ്ടപ്പെടുന്നുവെന്നാണ്. സുമതി വളവിനെ പ്രേതബാധയുള്ളതായി അടയാളപ്പെടുത്തുന്ന ഔദ്യോഗിക ഭൂപടമൊന്നുമില്ല. അസ്വസ്ഥരായ ആത്മാക്കളെ പരാമർശിക്കുന്ന പോലീസ് ബ്ലോഡറുമില്ല. പക്ഷേ ഭയം നിലനിൽക്കുന്നു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വനപാലകർ വളവിൽ നിന്ന് വളരെ അകലെയല്ലാതെ കുഴിച്ചിട്ടിരിക്കുന്ന മനുഷ്യ അസ്ഥികൾ കണ്ടെത്തി. തിരിച്ചറിയൽ ഇതിലില്ല, അടച്ചിടലില്ല. കൂടുതൽ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളും മൂടിക്കെട്ടിയ വളവിൽ നിന്ന് പ്രസരിക്കുന്ന പുതുക്കിയ പിരിമുറുക്കവും മാത്രം. ദുഃഖം, നീതി, അമാനുഷികത എന്നിവ ഇടകലർന്ന നാടോടി ആഖ്യാനങ്ങളുടെ കേരളത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. സമൂഹങ്ങൾ ആഘാതത്തെ ജാഗ്രതയായും ധാർമ്മിക ഭാരം വഹിക്കുന്ന കഥകളായും എങ്ങനെ വിവർത്തനം ചെയ്യുന്നുവെന്ന് ഇത് കാണിക്കുന്നു. മൂടൽമഞ്ഞുള്ളൊരു റോഡിലൂടെ ഇനി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ കാൽപ്പാടുകളോ അയ്യോ ശബ്ദങ്ങളോ അല്ല, റോഡിലെ കഥകൾ കേൾക്കാൻ ശ്രമിക്കുക. സുമതി ഇപ്പോഴും കാത്തിരിക്കുന്നു. ഒരുപക്ഷെ കാലക്രമേണ സുമതി ആരാണെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയേക്കാം. അല്ലെങ്കിൽ അവിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾക്ക് ഫോറൻസിക് ശാസ്ത്രം ഒരു പേര് നൽകിയേക്കാം. അതുവരെ സുമതി വളവ് ഒരു പരിമിതമായ ഇടമായി തുടരുന്നു, കാടും ഓർമ്മയും സംഗമിക്കുന്നിടത്ത്. അതെ, ഇത് സുമതി വളവാണ്, സുമതിയുടെ വളവ്.